ഹലോ, നമസ്കാരം. എല്ലാവർക്കും ലേൺ ഫിസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, റിവൈസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് മോഷൻ ഇൻ എ പ്ലെയിൻ, അടുത്ത ചാപ്റ്റർ. അതായത് ഇതൊന്ന് റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം എന്തെങ്കിലും ഓർക്കാതിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾക്ക് മെയിനായിട്ട് ടച്ച് ചെയ്ത് പോകണം, അങ്ങനെ ഒരു പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കേട്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ നല്ല മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന് പഠിച്ചാലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സഹായിയായിട്ട് ഇതിനെ ഉപയോഗിക്കാവും. ഓക്കെ, അല്ലാതെ ഇത് നോക്കിയിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അത് കിട്ടുകയില്ല. ഓക്കെ, പഠിക്കാനുള്ളത് എഴുതി പഠിക്കുകയും ഡെറിവേഷൻസ് എഴുതി പഠിക്കുകയും ചെയ്താലേ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, ഇക്വേഷൻ ഓഫ് മോഷനിലെ മറ്റ് ഇക്വേഷൻസ് എല്ലാം വളരെ പ്രധാനമാണ്. അതെല്ലാം നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇരുന്ന് എഴുതി പഠിച്ചാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കണ്ട് ഓക്കെ പേരൻസിനെ എന്ത് ചെയ്യാനാണ്, ഞാൻ പഠിക്കുകയാണ്, ഇത് നോക്കി പഠിച്ചു എന്ന് ഒരു തോന്നൽ വേണ്ട. ഓക്കെ, എന്തെങ്കിലും ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസും 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. അല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയും, അത് പ്രത്യേകിച്ചും എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആവശ്യമുള്ളൂ. മാഗ്നിറ്റ്യൂഡ് അലോൺ ഈസ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദെൻ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ വേണ്ടൂ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാനെങ്കിൽ അതിനെന്ത് പറയും? സ്കേലാർ എന്ന് പറയും. എന്നാൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആവശ്യമാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാനെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സ്കേലാർ ക്വാണ്ടിറ്റിക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇതാണ് സ്കേലാറും വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ പഠിച്ചതിൽ തന്നെ ഒരുപാട് സ്കേലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും ഉണ്ട്. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇന്നലെ തന്നെ പഠിച്ചു എന്ത്? സ്പീഡ്, ഡിസ്റ്റൻസ്, ഇതെല്ലാം നമ്മൾ എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, ഇനി വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണെങ്കിലോ വെയ്റ്റ്, ഫോഴ്സ്, അതുപോലെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതെല്ലാം വെക്റ്റർ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇനി ഏതൊക്കെ, ഇപ്പോൾ ഇതിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിലുള്ള വെക്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈക്വൽ വെക്റ്റേഴ്സ്. ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുപോലെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ വെക്റ്റേഴ്സ്. ഈക്വൽ വെക്റ്റേഴ്സ്, ഈക്വൽ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ് എങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ഓർത്തോഗണൽ വെക്റ്റേഴ്സ്. ഓർത്തോഗണൽ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റേഴ്സ്, രണ്ട് വെക്റ്റേഴ്സ് പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഓർത്തോഗണൽ വെക്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി തേർഡ് വൺ പാരലൽ വെക്റ്റർ. പാരലൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ വെക്റ്ററിൻ്റെ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? പാരലൽ വെക്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ ആൻറ്റി പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആൻറ്റി പാരലൽ വെക്റ്റേഴ്സ് എന്ന് പറയും. പിന്നെ അടുത്തുള്ളത് യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് എങ്കിൽ, മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആണ് എങ്കിൽ, മാഗ്നിറ്റ്യൂഡ് ഈക്വൽസ് 1, മാഗ്നിറ്റ്യൂഡ് 1 ആണ് എങ്കിൽ അത്തരം വെക്റ്റേഴ്സിനെ നമുക്ക് എന്ത് പറയാം? യൂണിറ്റ് വെക്റ്റർ എന്ന് പറയാം. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഇസ് യൂണിറ്റി. ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് എങ്കിൽ നമുക്കതിനെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയാം. യൂണിറ്റ് വെക്റ്ററിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമുക്ക്
ആക്സിസ് വൈസ്, അതായത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, ഇങ്ങനെ 3 ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഞാൻ പറയുകയാണ് 4 മീറ്റർ അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റ് വെക്റ്റർ ഉപയോഗിക്കാം. സാധാരണ ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ആ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഫോഴ്സ് വെക്റ്ററാണെന്ന് പറഞ്ഞു, എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു വരയിടും അല്ലേ, ഇതാണല്ലോ അതിൻ്റെ വെക്റ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ. പക്ഷേ ഇവിടെ നമ്മൾ യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ എക്സ് ആക്സിസിലൂടെയുള്ള ഒരു എക്സ് ആക്സിസിലൂടെ 4 സെൻറ്റിമീറ്റർ നടന്നു എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ കൂടി ഡയറക്ഷനാണല്ലോ എക്സ് ആക്സിസ്, 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് എക്സ് ആക്സിസിലൂടെയുള്ള ഡിസ്റ്റൻസ്. അതിനെ എനിക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം 4i², അതായത് എക്സ് ആക്സിസിൻ്റെ യൂണിറ്റ് വെക്റ്ററാണ്. ഐയും മേളിലിടുന്ന ഈ ഒരു വി പോലെ, വിയെ മറിച്ചിട്ടതുപോലത്തെ അതിനെയാണ് എന്ത് പറയുന്നത്, ക്യാപ്പ് എന്ന് പറയും. ഓക്കെ, i². ഓക്കെ, ഇനി വൈ ആക്സിസിലാണെങ്കിൽ അതിനെ എന്ത് പറയാം, j² എന്ന് പറയും. ഇസഡ് ആക്സിസിലാണെങ്കിൽ അതിനെ k² എന്ന് പറയും. മനസ്സിലായോ? I, j ആൻഡ് k, ദീസ് ആർ ദ യൂണിറ്റ് വെക്റ്റേഴ്സ് ഇൻ എക്സ്, വൈ ആൻഡ് സെഡ് ആക്സിസ്. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലുമുള്ള യൂണിറ്റ് വെക്റ്റേഴ്സാണ് I, j ആൻഡ് k. ഓക്കെ, അപ്പോൾ ഐ വെക്റ്ററും ജെ വെക്റ്ററും i²ഉം j² എന്താണ്, ഓർത്തോഗണൽ വെക്റ്റേഴ്സാണ്. രണ്ടും പെർപെൻഡിക്കുലറാണ്, രണ്ട് വെക്റ്റേഴ്സും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, ഇത് യൂണിറ്റ് വെക്റ്റർ. ഇനി നെക്സ്റ്റ് സീറോ വെക്റ്റർ ഓർ നൾ വെക്റ്റർ. സീറോ ഓർ നൾ വെക്റ്റർ. നൾ വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് ഈക്വൽസ് 0. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ നമുക്കതിനെ നൾ വെക്റ്റർ എന്ന് പറയാം. മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ പിന്നെ വെക്റ്റർ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ? പക്ഷെ അങ്ങനെയല്ല, ഇതിന് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ സാധാരണ വെക്റ്റർ അഡീഷൻ സബ്ട്രാക്ഷനൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്യാമെന്ന് വെച്ചോളൂ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയും എന്ത് തന്നെയായിരിക്കും, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയേ നോക്കിയേ ഒരു 2F ഒരു ഫോഴ്സ് വേറൊരു ഫോഴ്സുമായിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് എന്ത് തന്നെയായിരിക്കണം, ഒരു 2 വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ 2 വെക്റ്റർ ക്വാണ്ടിറ്റീസ് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുമ്പോൾ ഐ ഷുഡ് ഗെറ്റ് എ വെക്റ്റർ ആസ് ഔട്ട്പുട്ട്. ഓക്കെ, ഫൈനൽ ആൻസർ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന എനിക്ക് 4f ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ ഞാൻ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലോ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ എനിക്ക് വെറും 0 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. പകരം എന്ത് എഴുതണം, അതിനൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ എഴുതണം അല്ലേ? ആ കേസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സീറോ വെക്റ്ററിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്റ്ററും ബി എന്ന് പറയുന്ന വേറൊരു വെക്റ്ററൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, വെക്റ്റർ തന്നെ ആൻസറായിട്ട് കിട്ടണം. ഓക്കെ, സി എന്ന് പറയുന്ന ഒരു വെക്റ്റർ തന്നെ കിട്ടണം. പക്ഷേ എ എന്ന് പറയുന്ന ഒരു വെക്റ്ററിൻ്റെ കൂട്ടത്തിൽ ഞാൻ എ എന്ന് പറയുന്ന വെക്റ്ററിനെ മൈനസ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് എ സീറോ വെക്റ്റർ. ഓക്കെ, സീറോ വെക്റ്റർ ആയിരിക്കും നമുക്കതിന് ആൻസറായിട്ട് കിട്ടുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ നോക്കുകയാണ്, ഒരു വെക്റ്റർ ബി എന്ന് പറയുന്ന ഒരു വെക്റ്ററിനെ ഞാൻ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു വെക്റ്ററിനെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ആൻസർ എന്ത് കിട്ടണം, വെക്റ്ററാണ് കിട്ടേണ്ടത്. ആ കേസിലും എനിക്ക് എന്ത് എഴുതാം, 0 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. 0യെ വെക്റ്ററായിട്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. അതാണ് ഈ സീറോ വെക്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പല തരത്തിലുള്ള വെക്റ്റേഴ്സ്. ഇനി നമുക്ക് വെക്റ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം എന്നുള്ളത്. ഇനി ഒരേ ഡയറക്ഷനിലൂടെയുള്ള വെക്റ്റേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ 2 വെക്റ്റർ ഒരേ ഡയറക്ഷനിലാണ്, ഇതിപ്പോൾ 4 സെൻറ്റിമീറ്റർ ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ഇതും 5 സെൻറ്റിമീറ്റർ ഇൻ ദിസ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, 9 സെൻറ്റിമീറ്റർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ആണെങ്കിലോ, ആദ്യം ഇപ്പോൾ ഈ 2 വെക്റ്റർ കൂടെ എനിക്ക് സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്കിത് എ വെക്റ്ററും ഇത് ബി വെക്റ്ററുമാണ്, എനിക്ക് എ മൈനസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, ഇത് പ്ലസ് ബി അല്ലേ, ഇതിനെ മൈനസ് ബി ആക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി,
മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാതെ ഡയറക്ഷൻ മാത്രം മാറ്റിയാൽ ഇതെന്തായി? -b ആയി. ഇത് a ആണ്, ഇത് +b ആയിരുന്നു, ഞാൻ അതിനെ -b ആക്കി. അപ്പോൾ ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യാമല്ലോ എനിക്ക്. അപ്പോൾ എന്താണ്? 5 - 4. ഓക്കെ, 5 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. വിച്ച് ഡയറക്ഷൻ ആയിരിക്കും? വലിയ വെക്ടർ ഏതാണോ അതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വെക്ടർ എടുത്തു, മറ്റ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് ഏതാണോ അതിൻ്റെ ഡയറക്ഷൻ അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് എന്നിട്ട് ആഡ് ചെയ്താൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു വെക്ടറും അതിൻ്റെ വേറൊരു വെക്ടറും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്ന രീതി. ഇതെല്ലാം അത് ഒരേ ഡയറക്ഷനിലാണെങ്കിലേ പറ്റുള്ളൂ. ഇനി ഡയറക്ഷൻ വ്യത്യാസമായിരുന്നാൽ നമുക്ക് എന്തുണ്ട്? വെക്ടർ അഡീഷന് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ 2 മെത്തേഡ്സ് വളരെ വളരെ പ്രധാനമാണ്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. ഓക്കെ, അപ്പോൾ അടുത്ത് പഠിക്കുന്നത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കിൾ ലോ, അങ്ങനെ മതി. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ അത് പഠിക്കുന്നതിന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 വെക്ടർ ഉണ്ടെന്ന് വെച്ചോളൂ. ആ 2 വെക്ടറും തീറ്റ ആംഗിൾ സെപ്പറേഷനിലാണ്. ഇതൊരു വെക്ടർ എ, ഇത് വേറൊരു വെക്ടർ ബി ആണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ഇത് രണ്ടും തീറ്റ ആംഗിൾ സെപ്പറേഷനിലിരിക്കുകയാണ്. ഓക്കെ ആണെങ്കിൽ ഈ 2 വെക്ടേഴ്സിനെയും ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡിലായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ബിയെ പതിയെ ഞാനിവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ ഇത് എ, ഒരു വ്യത്യാസവും വരുത്താതെ ബിയെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും മാറ്റിയിട്ടില്ല, ഡയറക്ഷനും മാറ്റിയിട്ടില്ല, പൊസിഷൻ മാത്രം മാറ്റി ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ, അങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ദേ ഷുഡ് ബി ഇൻ ഓർഡർ. ഓർഡർ മീൻസ് ഇതിപ്പോൾ ടെയിലിൽ നിന്ന് ഹെഡ് വരെ, അടുത്ത് വീണ്ടും ടെയിലിൽ നിന്ന് ഹെഡ് വരെ, അങ്ങനെ തന്നെ പോകണം. ഓക്കെ, ആരോ മാർക്ക് ഒരു ഡോട്ടിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് ആരോ മാർക്ക്, സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് ആരോ മാർക്ക്, അങ്ങനെ തന്നെ പോകണം. ഓക്കെ, ടേക്കൺ ഇൻ ഓർഡർ. ദെൻ ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഇനി ആ ട്രയാങ്കിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുക. തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ദ റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങോട്ട് വരണം? തിരിച്ചിങ്ങോട്ട് വന്നാൽ ഓർഡറായി. അപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ റിവേഴ്സ് ഓർഡറായി. ആ സൈഡായിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വെൻ 2 വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ ടേക്കൺ ആസ് ദ 2 sides of a triangle taken in order, then the third side of the triangle taken in reverse order will be the sum of given 2 vectors. അതിനെയാണ് നമ്മൾ റിസൾട്ടൻറ്റ് വെക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തൊരു ലോയും കൂടെ ഉണ്ട്, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലലോഗ്രാം ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ തന്നേക്കുന്ന 2 വെക്ടേഴ്സിനെയും ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു പാരലലോഗ്രാമിൻ്റെ 2 സൈഡായിട്ട് എഴുതുക. ഓക്കെ, ഒരേ സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടിങ് ഫ്രം ദ സെയിം പോയിന്റ് ആൻഡ് ഫോം ദ 2 sides ഓഫ് എ പാരലലോഗ്രാം. ദെൻ പിന്നെ എന്ത് ചെയ്യാം? എനിക്ക് ഈ പാരലലോഗ്രാമിനെ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഡയഗണൽ വരയ്ക്കുകയാണ് എങ്കിൽ ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം റെപ്രസെൻറ്റ് ദ റിസൾട്ടൻറ്റ് വെക്ടർ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഡയഗണലിനെ ആയിരിക്കും റിസൾട്ടൻ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇതാണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ പാരലലോഗ്രാം ലോ പറയുന്നത് 2 വെക്ടേഴ്സ് ഒരു പാരലലോഗ്രാമിൻ്റെ 2 സൈഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഈ 2 സൈഡും സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡയഗണൽ ആയിരിക്കും. ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം വിൽ റെപ്രസെൻറ്റ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ 2 വെക്ടേഴ്സ്. എന്താണ് പാരലലോഗ്രാം ലോയുടെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അഡീഷൻ ചെയ്യുന്നത്. ഇനി അടുത്തതിനകത്ത് പഠിക്കുന്നത് റിസൾട്ടൻ്റ്. ഇതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് വെക്ടർ.
ഈ റിസൾട്ടൻറ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്നു. നോക്കി, ഈ രണ്ട് വെക്റ്റർ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതായിരിക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാറുള്ള ഫോർമുല. ഓക്കെ, ഡയറക്ഷൻ ആണെങ്കിൽ ടാൻ തീറ്റ ഈക്വൽസ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഈ ഡെറിവേഷൻ വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതുണ്ട്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ മറ്റേ ചാനൽ ഇതിപ്പോൾ ലേറ്റായിട്ട് തുടങ്ങിയോണ്ട് ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അത് ഈ റിസൾട്ടൻറ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ളത് ടാൻ തീറ്റ ഈക്വൽസ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അതാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ, ഇനി നമുക്കൊരു വെക്റ്ററിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളത്. ഇതാണ് ഒരു വെക്റ്റർ എന്നുണ്ടെങ്കിൽ അതിന് എക്സ് ആക്സിസിലോട്ടും വൈ ആക്സിസിലോട്ടും രണ്ട് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ഒരു പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലോട്ടും ഒരു പെർപെൻഡിക്കുലർ വൈ ആക്സിസിലോട്ടും ഡ്രോപ്പ് ചെയ്തു. ഇത് എക്സ് ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ തീറ്റയോട് അടുത്തുള്ള ഇതിനെ നമുക്ക് എ കോസ് തീറ്റ എന്നും തീറ്റയോട് ദൂരത്തോട്ട് നിൽക്കുന്ന ഇതിനെ എ സൈൻ തീറ്റ എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. പരീക്ഷ അടുത്തിരിക്കുന്ന സമയത്ത് ഇത്രയും തീറ്റയുടെ അടുത്തിരിക്കുന്നത് എ കോസ് തീറ്റയും തീറ്റയിൽ നിന്ന് മാറിയിരിക്കുന്നത് എ സൈൻ തീറ്റ എന്ന് ഓർക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന വെക്റ്ററിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എ കോസ് തീറ്റ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലോട്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഐ ക്യാപ്പ്. അപ്പോൾ എ കോസ് തീറ്റ ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് ഇതാണെങ്കിലോ എ സൈൻ തീറ്റ ഇൻറ്റു ജെ ക്യാപ്പ്. ഇങ്ങനെയാണ് വെക്റ്റർ എയെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. എ കോസ് തീറ്റ ആൻഡ് എ സൈൻ തീറ്റ. ഇനി നമ്മുടെ കയ്യിലൊരു വെക്റ്റർ തന്നേക്കാന്ന് വെച്ചോളൂ, ഒരു 3 ഡയമെൻഷനിലുള്ള ഒരു വെക്റ്റർ. ഇപ്പം ഞാൻ വെക്റ്റർ എ ഈക്വൽസ് 2i പ്ലസ് 3j മൈനസ് കെ എന്നൊരു വെക്റ്റർ തന്നേക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇങ്ങനെയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അതായത് ഫോർമുല എന്ന് പറഞ്ഞാൽ എ ഈക്വൽസ് ഇങ്ങോട്ട് മാറ്റി എഴുതാം. എ ഈക്വൽസ് എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ ഇസഡ് കെ ക്യാപ്പ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ. ഓക്കെ, എ എക്സ് എന്ന് പറഞ്ഞാൽ ഐയുടെ കോഎഫിഷ്യൻ്റ്, ജെയുടെ കോഎഫിഷ്യൻ്റ് എ വൈ, കെയുടെ കോഎഫിഷ്യൻ്റ് എ ഇസഡ്. ഇങ്ങനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്തത്. ക്ലിയർ ആയോ? ഇനി നമ്മുടെ കയ്യിൽ ഒരു വെക്റ്റർ ഉണ്ടെന്ന് വെച്ചോളൂ. എക്സ് ഈക്വൽസ് 2t സ്ക്വയർ ഐ പ്ലസ് 3tj പ്ലസ് ടി ക്യൂബ് കെ. ഇങ്ങനൊരു വെക്റ്റർ ഉണ്ടെന്ന് വെച്ചോളൂ. ഇനി ഇതിൻ്റെ വെലോസിറ്റി ആക്സിലറേഷനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് v ഈക്വൽസ് dx ബൈ dt. ഇതാണ് ഫോർമുല. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് d/dt ഓഫ് എക്സ് ടു ദ പവർ n എന്ന് പറഞ്ഞാൽ ഫിസിക്സിനകത്താണ് ഈ ടി വരുന്നത്. നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുമ്പോൾ എക്സ് എന്ന് തന്നെ വരും. ഇവിടെ എക്സിൻ്റെ എക്സ് ടൈമിനനുസരിച്ച് മാറുന്ന ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ d/dt എന്ന് കൊടുക്കുന്നത്. ഓക്കെ, n ഇൻറ്റു എക്സ് ടു ദ പവർ n മൈനസ് 1. ഇതാണ് ഫോർമുല. അതായത് d/dt ഓഫ് എക്സ് ടു ദ പവർ 3 എന്ന് വന്നാൽ എന്ത് വരും? 3 ഇൻറ്റു എക്സ് ടു ദ പവർ 3 മൈനസ് 1. എക്സ് ടു ദ പവർ 3 മൈനസ് 1 എന്താണ്? 2, 3x സ്ക്വയർ. ഇനി d/dt ഓഫ് എക്സ് സ്ക്വയർ എന്ന് വന്നാലോ
2 ഇൻറ്റു എക്സ് ടു ദ പവർ 2 മൈനസ് 1. സോ 2x എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഡിഫറൻസിയേഷൻ്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? വെലോസിറ്റി ഈക്വൽസ് ഡി ബൈ ഡി ടി ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കാം? 2t² ഇൻറ്റു ഐ ക്യാപ് പ്ലസ് 3t ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ടി ക്യൂബ് കെ ക്യാപ് ആണല്ലോ. ഇനി ഓരോ ടേമിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കോൺസ്റ്റൻസിനെ ഡിഫറൻഷ്യലിന് വെളിയിലെടുക്കാം. 2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് t² ഐ ക്യാപ് പ്ലസ് 3 ഇൻറ്റു 3യെ വെളിയിലെടുക്കാം ഡി ബൈ ഡി ടി ഓഫ് ടി ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് ഇൻറ്റു കെ ക്യാപ്. ഓക്കെ, ഇനി മറ്റതുപോലെ പറഞ്ഞ് ഡി ബൈ ഡി ടി ഓഫ് t² എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് t² എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ടി ടു ദ പവർ 2 മൈനസ് 1. സോ 2 ഇൻറ്റു ടി ടു ദ പവർ 2 മൈനസ് 1 ഐ ക്യാപ് പ്ലസ് 3 ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ജെ ക്യാപ്. ഇനി ഇതെന്തെഴുതാം? 3 ഇൻറ്റു ടി ടു ദ പവർ 3 മൈനസ് 1 ഇൻറ്റു കെ ക്യാപ്. Okay, so here we can write it as 4t into I cap plus 3j plus 3 into t² k. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഈ തന്നിരിക്കുന്ന എക്സിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, സോ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കോ. ഇനിയിപ്പോൾ ഒരേപോലെ ആയില്ല എന്ന് വേണ്ട. ഓക്കെ, n ഇൻറ്റു ടി ടു ദ പവർ എന്ന് തന്നെ മാറ്റിക്കോളൂ. ഇനി അത് ഒരേപോലെ ആകാഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് വേണമെന്നില്ല. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ മാറ്റി എഴുതിക്കോളൂ. എല്ലാം ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി അതിന് ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വഴി? ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഡി വി ബൈ ഡി ടി. ഓക്കെ, ഇത് നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് വെലോസിറ്റിയുടെ ടേം ഉണ്ടല്ലോ, ഒന്ന് ഡിഫറൻഷ്യൽ ഓഫ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കൂ. 4d ബൈ ഡി ടി ഓഫ് വെലോസിറ്റിക്ക് പകരം എന്തെഴുതാം? 4t ഐ ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 3t² k. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ടേമിലെയും കോൺസ്റ്റൻസിനെ വെളിയിലെടുക്കാം. ഓരോ ടേമും പ്രത്യേകം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 4 ഇൻറ്റു ഡി ടി ബൈ ഡി ടി ഇൻറ്റു ഐ ക്യാപ് 3 ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇല്ല അല്ലേ, 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് 3 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് t². ഓക്കെ, സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 4 ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് ഇവിടെ t² ആണെങ്കിലോ 2t ആണ് t²ൻ്റെ ഡിഫറൻഷ്യൽ. അപ്പോൾ എന്ത് കിട്ടും? 60 ഇൻറ്റു കെ ക്യാപ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുന്നത് ഓരോന്നിനെയും. ക്ലിയർ ആയോ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്? അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾക്ക് ഇതുപോലത്തെ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തിട്ടമായി കിട്ടും. ഈ ഫോമുല ഉണ്ടല്ലോ, ഇതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ഫോമുല. ഓക്കെ, n ഇൻറ്റു ടി ടു ദ പവർ n മൈനസ് 1. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും. അപ്പോൾ ഈ ചാപ്റ്റർ തീർന്നിട്ടില്ല. ഇനി പ്രധാനപ്പെട്ട കുറച്ച് ഡെറിവേഷൻസും അതിൻ്റെ ഇക്വേഷൻസും ഒക്കെ പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലതായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. നമസ്കാരം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.